ബി.ജെ.പി. മുന്നിലെത്തിയ മണ്ഡലങ്ങളിലെ അജ്ഞാത വോട്ടർമാരെക്കുറിച്ച് കോൺഗ്രസ് താഴെത്തട്ടിൽ പഠിക്കുമെന്ന് ഷാഫി പറമ്പിൽ എം.പി. ബി.ജെ.പി. അജണ്ട കേരളത്തിൽ നടപ്പായിട്ടുണ്ടെങ്കിൽ ആരാണ് അവർക്ക് ഒത്താശ ചെയ്തത് എന്ന് കണ്ടുപിടിക്കണം. സംസ്ഥാനത്തും ബി.ജെ.പി. അജണ്ട ഉണ്ടെങ്കിൽ ഗുരുതരമാണ്. തുടർ നടപടികളിലേക്ക് കോൺഗ്രസും നീങ്ങുമെന്നും ഷാഫി പറമ്പിൽ മീഡിയ വണ്ണോട് പറഞ്ഞു. ഈ SIR നിന്ന് പുറത്താക്കപ്പെടുന്ന 22.5% പേർ ഏറ്റവും കൂടുതൽ ബി.ജെ.പി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ രണ്ടാം സ്ഥാനത്തെത്തിയ നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നൊരു വാർത്ത എന്ന് പുറത്തുണ്ട്. അതിനെങ്ങനെയാണ് ഞങ്ങൾ ഏറ്റവും താഴെത്തട്ട് വരെ അത് കൃത്യമായി പഠിക്കാനോ അതിന്റെ കണക്കുകൾ കൃത്യമായിട്ട് പ്രസന്റ് ചെയ്യാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം KPC കോർ കമ്മിറ്റി ഉണ്ടായിരുന്നു. ലോക്കൽ ബോഡി ഇലക്ഷന്റെ ഇടയിൽ തന്നെ ഇത് നടത്തണമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർബന്ധത്തിനെതിരായി നിയമപോരാട്ടം ഉൾപ്പെടെ നടത്താൻ ശ്രമിച്ചതാണ് പാർട്ടി. അപ്പം ഇന്നലെ കോർ കമ്മിറ്റി ഉണ്ടായിരുന്നു. കോർ കമ്മിറ്റിയിൽ സ്ട്രോങ് ആയി തന്നെ ഗ്രൗണ്ട് ലെവലിലെ കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും അതിനകത്ത് റെസ്പോണ്ട് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ടോന്ന്. രണ്ട്, ഈ എക്സസൈസിന്റെ പിന്നിൽ അജണ്ടകളെ രാജ്യമെമ്പാടും കോൺഗ്രസ് തുടക്കത്തിൽ തുറന്നു കാണിക്കുന്നതാണ്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധി തുടക്കം മുതൽ പറയുന്നത് ഇതിനെ വോട്ട് ചോരി എന്ന് തന്നെ പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ജനാധിപത്യ അവകാശത്തെ അവരുടെ അജണ്ടകൾക്കനുസരിച്ച് കവരാനുള്ള മാർഗം ഒരുക്കുക എന്നുള്ളതാണ് ബി.ജെ.പി. അജണ്ട. ആ ബി.ജെ.പി. അജണ്ട കേരളത്തിലും നടപ്പിലാവുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലെ ആ ശ്രമങ്ങൾ കൂട്ടാളികളായിട്ടുള്ള ഉദ്യോഗസ്ഥരാരാണെന്ന് പരിശോധിക്കണം. അങ്ങനെ ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ കണക്കുകളിൽ പറഞ്ഞ പോലെ ഞങ്ങൾ താഴെത്തട്ടുന്ന ഡീറ്റെയിൽസ് എടുക്കാൻ പോകുന്നു, എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ബി.ജെ.പി. അനുകൂലമായിട്ടുള്ള നീക്കങ്ങൾ അതിനകത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആരവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നു എന്നുള്ളത് അജ്ഞാതരായ ആളുകളെ സംബന്ധിച്ച് വരെ വോട്ടിന്റെ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. അപ്പൊ ഇത് അങ്ങേയറ്റം തെരഞ്ഞെടുപ്പിനെ ഈ പ്രക്രിയ നമ്മൾ കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ട് വലിയ തരത്തിൽ കേരളത്തിന്റെ പൊതുസമൂഹം പുറങ്കാല് കൊണ്ട് തട്ടിത്തെറിപ്പിച്ച സംഘ് പരിവാറിനെ കേരളത്തിൽ വേരൂന്നാൻ വേണ്ടി നടത്തിയ കള്ളക്കളികളുടെ കണക്കുകൾ സഹിതമുള്ള ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേക്കുറിച്ച് ഞാൻ കുറച്ചു നേരത്തെ നിങ്ങളുമായി പങ്കുവച്ച ഒരു വീഡിയോയിൽ എന്റെ ഒരു ആശങ്ക ഞാൻ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഒരു കൂട്ടുകച്ചവടമാണോ, അതല്ലെങ്കിൽ എന്തേ ആരും ഇതിൽ പ്രതികരിക്കാത്തത് എന്ന്. ഇത് ഓൾറെഡി പ്രതികരിച്ചു കഴിഞ്ഞു. കോൺഗ്രസ് മുന്നിട്ടിറങ്ങി കഴിഞ്ഞു. കോൺഗ്രസ് കോടതിയിലേക്ക് പോവുകയാണ്. കോൺഗ്രസ് താഴെ തട്ടിൽ നിന്ന് ബൂത്ത് തലങ്ങളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് ഈ കോടതി നടപടികളിലേക്ക് കടക്കുകയാണ്. ഇപ്പൊ പുറത്തു വരുന്ന വാർത്ത അതാണ്. ഷാഫിയുടെ വാക്കുകളിൽ നിങ്ങൾ കേട്ടത്. ഞാൻ എന്റെ ഒരു ആശങ്ക നിങ്ങളുമായി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. എന്തേ ഇതൊരു കൂട്ടുകച്ചവടമാണോ, ആരും എന്തേ പ്രതികരിക്കാത്തത് എന്ന്. പ്രതികരിച്ച ആ സമയത്ത് തന്നെ, ആ ചോദ്യം ഉന്നയിച്ച സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മേ ബി വരും മണിക്കൂറുകളിൽ ഇതിന്റെ അപ്ഡേറ്റുകൾ നമുക്ക് ലഭ്യമാകുമെന്നുള്ളത്. ഇപ്പോഴത്തെ KPCC വർക്കിംഗ് പ്രസിഡന്റ് വടകരയുടെ MP ഷാഫി പറമ്പില്, പാലക്കാടിന്റെ മുൻ ജനപ്രതിനിധി ഷാഫി പറമ്പില് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. ഡാറ്റകൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഷാഫി പറയുന്ന ഇതിൽ ഒരു കാര്യമുണ്ട്. ഇങ്ങനെ പൊതുസമൂഹം പുറംകാല് കൊണ്ട് തട്ടിത്തെറിപ്പിച്ച സംഘ് പരിവാറിന് ഇത്തരത്തിൽ ഒത്താശ ചെയ്തു കൊടുത്തത് ആരാണ് എന്നുള്ളതാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. വളരെ കൃത്യമാണ്, വളരെ വ്യക്തമാണ്, മറുപടി വളരെ വ്യക്തമാണ്. കാരണം ഒത്താശ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ആ ഒത്താശ ചെയ്തു കൊടുത്തതിന്റെ ഫലമാണ് തൃശൂരിൽ CPI-യുടെ VS സുനിൽകുമാർ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാവ് K മുരളീധരൻ, ഇവർ രണ്ടുപേരും മത്സരിച്ചെടുത്ത് മുൻ മന്ത്രി VS സുനിൽകുമാറുണ്ട്, മുൻ മന്ത്രിയും മുൻ KPCC പ്രസിഡന്റുമായ K മുരളീധരനുണ്ട്. ഇവർ രണ്ടുപേരും മത്സരിച്ചെടുത്ത് സുരേഷ് ഗോപി വിജയിച്ച് കയറിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണം ഒത്താശ ചെയ്തു കൊടുത്തു എന്നുള്ളതാണ്. ആരാണ് ഒത്താശ ചെയ്തു കൊടുത്തത്? ഷാഫി പറമ്പിലിന് പുറത്ത് പറയാൻ അല്ലെങ്കിൽ പല അന്വേഷണങ്ങളും നടത്തേണ്ടി വരുമായിരിക്കാം. പക്ഷേ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ഈ ഒത്താശ ചെയ്ത് കൊടുത്ത കൂട്ടിക്കൊടുപ്പുകാരനെ കുറിച്ച് ഒരു സംശയവുമില്ല. അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പിണറായി വിജയൻ കുറെ കാലങ്ങളായിട്ട് RSSന്റെയും സംഘ് പരിവാറിന്റെയും ഏജന്റ് ആയിട്ടുള്ള പ്രവർത്തനം കേരളത്തിൽ കാഴ്ചവെക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായിട്ടുണ്ട്. ആ പിണറായി വിജയനാണ് ഒത്താശ ചെയ്തു കൊടുത്തത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ADGP MR അജിത് കുമാറിന് RSS നേതാക്കളുമായി കൂടിക്കാഴ്ചക്ക് പറഞ്ഞു വിട്ടത് ആരാ പറഞ്ഞു വിട്ടത്? പിണറായി വിജയനാണ്. ആ അജിത് കുമാറിന് RSS കൊടുത്ത നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ തൃശൂർ പൂരത്തിന്റെ ചുമതല അജിത് കുമാറിനെ ഏൽപ്പിച്ചതും പിണറായി വിജയൻ. ആ അജിത് കുമാർ തൃശൂർ പൂരം കലക്കി. അവിടെ നിന്ന് തുടങ്ങുന്നു തൃശൂർ പൂരം കലക്കി അജിത് കുമാർ തൃശൂർ പൂരം കലക്കി എന്ന് മാത്രമല്ല, സേവാഭാരതിയുടെ ആംബുലൻസിൽ
സുരേഷ് ഗോപിയെ ഒരു ഹീറോയിക് പരിവേഷം നൽകി അവിടെ എത്തിച്ചു. ആംബുലൻസിൽ രോഗികൾക്ക് മാത്രമേ യാത്ര ചെയ്യാൻ പാടൂ എന്നുള്ള നിയമം ഈ രാജ്യത്ത് നിലനിൽക്കുമ്പോഴാണ് ഹീറോയെ പോലെ സേവാഭാരതിയുടെ ആംബുലൻസിൽ പൂരനഗരിയിലേക്ക് സുരേഷ് ഗോപിയെ എഴുന്നള്ളിച്ചത്. അതിനെതിരെ ഒരു കേസ് പോലും എടുത്തിട്ടില്ല. ഒരു കേസ് പോലും അതിനെടുത്തില്ല. ഇവിടെ സാധാരണക്കാരന് ഹെൽമെറ്റ് ഇല്ലാണ്ട് വണ്ടി ഓടിച്ചാൽ പെറ്റി കേസ് അടിക്കുന്നവർ, സൈഡ് മിറർ ഇല്ലെങ്കിൽ പെറ്റി കേസ് അടിക്കുന്നവർ, സേവാഭാരതിയുടെ ആംബുലൻസിൽ തൃശൂർ പൂരനഗരിയിലേക്ക് സുരേഷ് ഗോപിയെ ഹീറോയിക് പരിവേഷം കെട്ടി നടത്തി കൊണ്ടുവന്ന് ആനയിച്ച് കൊണ്ടുവന്നിട്ട് ഇന്ന് നിമിഷം വരെ ഒരു കേസ് എടുത്തിട്ടില്ല. ആ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാ തന്ത്രങ്ങളും മെനഞ്ഞതും എല്ലാ പദ്ധതികളും പ്ലാനുകളും നടപ്പിലാക്കിയതും പിണറായി വിജയനാണ്. കാരണം പിണറായി വിജയന്റെ മുന്നിൽ സംഘ് പരിവാർ വെച്ച വലിയ ഒരു അജണ്ടയുടെ ഭാഗമായിരുന്നു, അല്ലെങ്കിൽ ഒരു ഡീലിന്റെ ഭാഗമായിരുന്നു ഈ സുരേഷ് ഗോപിയുടെ MP സ്ഥാനം പോലും. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 400-500 വോട്ടിന് സുരേഷ് ഗോപി ലീഡ് ചെയ്ത തൃശ്ശൂരിലെ മണ്ഡലങ്ങള്, ആ തൃശ്ശൂരിലെ മണ്ഡലങ്ങളിൽ നിന്ന് ഈ SIRന്റെ എന്യൂമറേഷൻ ഫോം വിതരണവും അത് തിരിച്ചു വാങ്ങലും കഴിഞ്ഞപ്പോ 400-500 വോട്ടിന് ഭൂരിപക്ഷം ഉണ്ടായ ബൂത്തുകളില് 300-400 വോട്ടർമാരെയാണ് കണ്ടെത്താൻ കഴിയാതെ വരുന്നത്. സുരേഷ് ഗോപിക്ക് 500 വോട്ട് 400 വോട്ട് ഒക്കെ ഭൂരിപക്ഷം ഉണ്ടായ ബൂത്തുകളിൽ നിന്ന് 300-400 ആളുകളെ കണ്ടെത്താൻ കഴിയാതെ പോകുന്നു ആ വോട്ടർമാരെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എത്രമാത്രം ഗുരുതരമായ കാര്യമാണ്. ഇതിനൊക്കെ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് പിണറായി വിജയനല്ലേ? ഈ കേരളം ഭരിക്കുന്ന വിജയൻ ഇത് അറിഞ്ഞിട്ടില്ലെന്ന് പറയാൻ കഴിയോ? തൃശൂർ പൂരം കലക്കാൻ MR അജിത് കുമാറിനെ കച്ചവെട്ടി കൊണ്ടുവന്ന് തൃശൂർ പൂരത്തിന്റെ ചുമതല ഏൽപ്പിച്ചത് പിണറായി വിജയനല്ലേ? ആ പിണറായി വിജയൻ ചെയ്ത ചെയ്തിയാണ് പിണറായി വിജയന്റെ കൂട്ടുകച്ചവടത്തിന്റെ ലാഭമാണ് തൃശൂർ പൂരത്തിലെ അല്ലെങ്കിൽ തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം എന്നുള്ളത് പറഞ്ഞു വെക്കാതെ നിർവാഹമില്ല. ഇത് തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്നത്. നിങ്ങളൊന്നെടുത്ത് പരിശോധിച്ച് നോക്ക്. തിരുവനന്തപുരം കോർപ്പറേഷനില്, തിരുവനന്തപുരത്തെ കഴക്കൂട്ടത്ത്, വട്ടിയൂർക്കാവിലെ, നേമത്ത് ഒക്കെ നടന്നിരിക്കുന്നത് ഇത് തന്നെയാണ്. കൂട്ടുകച്ചവടമാണ്. എന്താ കച്ചവടം? അന്ന് സുരേഷ് ഗോപിക്ക് കൊടുത്തത് ഇന്നിവിടെ നേമത്ത് തിരിച്ചു കൊടുക്കുന്നു. ഇനി ആ തിരിച്ചു കൊടുപ്പ് എപ്പോഴാ? നിയമസഭാ തെരഞ്ഞെടുപ്പില്ലേ. അപ്പൊ ഈ കൂട്ടുകച്ചവടമാണ്. ആ കൂട്ടുകച്ചവടവും പോരാഞ്ഞിട്ട് കള്ള വോട്ടുകൾ ചേർത്തുകൊണ്ടാണ് ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ സംസാരങ്ങളിലൊക്കെ പറഞ്ഞ കാര്യമാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം ഫലപ്രഖ്യാപനം കഴിഞ്ഞപ്പോ തൃശ്ശൂരുകാര് മുഖത്തോട് മുഖം നോക്കിയിട്ടുണ്ടായിരുന്നു. ആ തൃശ്ശൂരുകാര് മുഖത്തോട് മുഖം നോക്കിയിട്ട് പരസ്പരം ആത്മഗതം പറയുകയായിരുന്നു. നീ ചെയ്തോ, ഞാൻ ചെയ്തോ, നീ ചെയ്തോ, ഞാൻ ചെയ്തോ. ഇപ്പോഴാണ് ഇതിന്റെ കള്ളക്കളികൾ പുറത്തേക്ക് വരുന്നത്. എത്രമാത്രം ഹീനമായ പ്രവൃത്തിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പിണറായി വിജയൻ കൂട്ടിക്കൊടുക്കുന്നത് ആരെയാ? ഒറ്റ കൊടുക്കുന്നത് ആരെയാ? കേരളത്തിന്റെ പൊതുസമൂഹത്തെ അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എത്ര വർഷമായി കേരളത്തിൽ BJPയും സംഘ് പരിവാറും ഒന്ന് കാലൂന്നാൻ ശ്രമം നടന്നു തുടങ്ങിയിട്ട്? ഈ കാലയളവിലൊക്കെ കേരളത്തിന്റെ പൊതുസമൂഹം പുറങ്കാല് കൊണ്ട് തട്ടിത്തെറിപ്പിച്ചവരാണ് അധികാര കേന്ദ്രങ്ങളിലേക്ക് നടന്നു കയറുന്നത്. അതിനു വേണ്ടിയിട്ട് എല്ലാവിധ തമ്മാടിത്തരങ്ങളും ആഭാസങ്ങളും നെറികേടുകളും നടത്തിയിട്ടാണ് ഇവർ അധികാരത്തിലേക്ക് വരുന്നത് എന്നുള്ളത് ഇതിന്റെ കണക്കുകൾ പുറത്തേക്ക് വരുമ്പോ പച്ചയായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതിനെതിരെ നിയമ നടപടി ഉണ്ടാവണം എന്നുള്ള കാര്യത്തില് ഒരു തർക്കവുമില്ല. നിയമ നടപടിയുമായി മുന്നോട്ട് പോകണം. ഷാഫി പറമ്പിലിന്റെ വാക്കുകള് അത്രമാത്രം ഊർജം നൽകുന്നുണ്ട്. കാരണം ജനം വേണ്ടെന്ന് തീരുമാനിച്ചവരെ തട്ടിപ്പിലൂടെയും വെട്ടിപ്പിലൂടെയും കൊള്ളയിലൂടെയും അധികാരത്തിലെത്തിക്കാൻ ശ്രമം നടത്തുന്നവരും അതിനുവേണ്ടി തിട്ടൂരം എഴുതിയിട്ട് വേണ്ടി പ്രവർത്തിക്കുന്നവരും ആക്കം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവരെയും ഒക്കെ തുറന്നു കാണിക്കപ്പെടേണ്ടതുണ്ട്. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തന്നെ ഒരു ജനാധിപത്യ പ്രക്രിയയല്ലേ? ഒരു നാട്ടിലെ ജനങ്ങൾ തീരുമാനിക്കുക അവരുടെ പ്രതിനിധി ആരാവണമെന്ന്. അവിടെ ഇത്തരത്തില് ഞാൻ കണക്കുകളിലേക്ക് കടക്കുന്നില്ല. ആ കണക്കുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു ചെറിയ കണക്ക് മാത്രം ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാം.
തൃശ്ശൂരിൽ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ അധികമായി ചേർക്കപ്പെട്ട വോട്ടർമാരുടെ എണ്ണം 1,25,000. സുരേഷ് ഗോപി വിജയിച്ചു കയറുന്നതോ വെറും 75,000 വോട്ടുകൾക്കാണ്. അങ്ങനത്തെ തൃശ്ശൂരിലെ ഓരോ പോളിംഗ് ബൂത്തിൽ നിന്നുമാണ് 300ഉം 400ഉം വോട്ടർമാരെ കാണാനില്ല, അജ്ഞാതരാണ്, കണ്ടെത്താൻ കഴിയുന്നില്ല. എന്യൂമറേഷൻ ഫോമില് ഈ പറയുന്ന ഫോട്ടോയും എപിക് നമ്പറും ഒക്കെ പ്രിന്റ് ചെയ്ത് എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്തിട്ട് അത് തിരിച്ചു വാങ്ങാൻ വേണ്ടി നോക്കുമ്പോ ഈ ആളുകളെ ഒന്നും കണ്ടെത്താൻ കഴിയുന്നില്ലെന്നേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എത്രമാത്രം ഹീനമായ പ്രവൃത്തിയിലൂടെയാണ് ഒരു തെരഞ്ഞെടുപ്പിൽ വിജയത്തിന് വേണ്ടി ഇവർ കാണിച്ചു കൂട്ടിയിരിക്കുന്ന തെമ്മാടിത്തരങ്ങളെന്ന്. എന്നിട്ട് ആ സുരേഷ് ഗോപി നെളിഞ്ഞെളിഞ്ഞുകൊണ്ട് ജനത്തെ നോക്കി പല്ലിടിച്ച് പരിഹസിച്ചുകൊണ്ട് അഹങ്കാരത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും ഭാഷയിൽ സംസാരിക്കുമ്പോ ആ വിജയം അർഹതപ്പെട്ടതാണോ സുരേഷ് ഗോപിക്ക്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഏതർത്ഥത്തിൽ ആ വിജയം സുരേഷ് ഗോപിക്ക് അർഹതപ്പെട്ടതായി മാറും? എന്തർത്ഥമാണ് അതിനുള്ളത്? എന്ത് അർഹതയാണുള്ളത് അതിന്? ആ വിജയത്തിന് എന്ത് അർഹതയാ, അവകാശമാണ് സുരേഷ് ഗോപിക്കുള്ളത്? ജനങ്ങളെ എത്രയും വിഡ്ഢികളാക്കിക്കൊണ്ട്, ജനങ്ങളെ കഴുതയാക്കിക്കൊണ്ട്, തൃശ്ശൂരിലെ സാധാരണക്കാരായ പാവങ്ങളായ ജനങ്ങളെ മണ്ടന്മാരാക്കിക്കൊണ്ടല്ലേ വിജയത്തിലേക്ക് നടന്നു കയറിയത്. ഇത് ജനാധിപത്യ പ്രക്രിയയിലൂടെയുള്ള ഒരു വിജയമായി ഇതിനെ കാണാൻ കഴിയുമോ? കൊള്ളയടിച്ചതല്ലേ, കട്ടുകൊണ്ടുപോയതല്ലേ, പിടിച്ചു പറിച്ചതല്ലേ. ഇത് പിടിച്ചു പറിച്ചതാണ് മിസ്റ്റർ സുരേഷ് ഗോപി. ആണത്തമുണ്ടെങ്കിൽ, നാണമുണ്ടെങ്കിൽ, മാന്യതയുണ്ടെങ്കിൽ, മര്യാദയുണ്ടെങ്കിൽ രാജിവെക്കണം സുരേഷ് ഗോപി, അല്ലേ? നിങ്ങളൊന്ന് പറ, അതല്ലേ ചെയ്യേണ്ടത്? ചങ്കൂറ്റമുണ്ടെങ്കിൽ രാജിവെക്കണം, എന്നിട്ട് ജനാധിപത്യ പ്രക്രിയയിലൂടെ വിജയിച്ച് കാണിക്കണം. അതല്ലാതെ ഇത്തരത്തിലുള്ള കൊള്ളയിലൂടെ വിജയിച്ചിട്ട് അഹങ്കാരത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും ശരീരഭാഷയും വാക്കുകളുമായി ജനത്തെ പരിഹസിക്കാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ കാലം കാത്തു വച്ചിരിക്കുന്നത് അത് വലിയ വീഴ്ചയായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇപ്പൊ ഇന്നലെ KPCCയുടെ കോർ കമ്മിറ്റി കഴിഞ്ഞിട്ട് അതിൽ ഈ കാര്യം ചർച്ചയായി, ഇതിൽ വേണ്ട നടപടികളിലേക്ക് കോൺഗ്രസ് കിടക്കുന്നു എന്ന് പറയുന്നത് കേൾക്കുന്നത് തന്നെ വലിയ ആശ്വാസത്തിന്റെ വാർത്തയാണ്. ഇനി കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കപ്പെട്ടുകൂടാ. ജനാധിപത്യത്തെ ഈ നെറികെട്ട രീതിയിൽ ഒരിക്കലും അട്ടിമറിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്.